മധ്യപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത CSI വൈദികന്റെ ജാമ്യ ഹർജി കോടതി പരിഗണിച്ചില്ല. പോലീസ് കേസ് ഡയറി എത്തിക്കാത്തതിനാലാണ് ജാമ്യ ഹർജി പരിഗണിക്കാതിരുന്നത്. ഫാദർ ഗോഡ്വിനാണ് മധ്യപ്രദേശിലെ ജാബുവിൽ അറസ്റ്റിലായത്. സിറോ മലബാർ സഭ ബിഷപ്പുമാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്യുന്നുണ്ട്. വിവരങ്ങൾ സജു തോമസ് നൽകും. സജു, എന്തുകൊണ്ടാണ് ജാമ്യ ഹർജി പരിഗണിക്കാതെ പോയത്? ഇനി എന്ന് പരിഗണിക്കും? പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിച്ചത് ഇന്നിപ്പോൾ പോലീസ് കേസ് ഡയറി ഹാജരാക്കിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ ഈ കേസ് ഇപ്പോൾ ഇന്ന് എടുക്കാതിരുന്നത്. സ്വാഭാവികമായിട്ടും മലയാളി വൈദികനെ കഴിഞ്ഞ മാസം 25-ാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ ഉയർത്തിയിരുന്നു. എന്തായാലും സീറോ മലബാർ സഭയുടെ ഭാഗത്തു നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെയും പ്രധാനമന്ത്രിയുമായി പങ്കുവച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും CSI വൈദികനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളോ BJP സർക്കാരിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ BJPയുടെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്രയും ദിവസമായിട്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചിട്ടില്ല. വൈദികൻ 25 വർഷത്തോളമായിട്ട് അദ്ദേഹം അവിടെ താമസിക്കുകയാണ്. അദ്ദേഹം ഭാര്യയും മക്കളുമായി താമസിക്കുന്ന വൈദികനെ മതപരിവർത്തനം എന്ന വ്യാജേന അല്ലെങ്കിൽ മതപരിവർത്തനം ആരോപിച്ചാണ് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത്. ഇതുവരെയും അതുമായി ബന്ധപ്പെട്ട് യാതൊരു തെളിവുകളോ പോലീസിന് ഹാജരാക്കാനായിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നത്. ഇന്നിപ്പോൾ സീറോ മലബാർ സഭയുടെ കഴിഞ്ഞ ദിവസം സീറോ മലബാർ സഭയുടെ ദേവാലയങ്ങളെല്ലാം അദ്ദേഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ ശുശ്രൂഷകളൊക്കെ നടന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ വലിയ പ്രതിഷേധങ്ങളും ഉയരുകയാണ്. പ്രത്യേകിച്ച് CSIയിലെ ഒരു വൈദികന് ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി മധ്യപ്രദേശിൽ ഒരു പ്രതിസന്ധി ഉണ്ടായതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ആരുടെയും ഭാഗത്ത് നിന്ന് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് എം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതികരണം നടത്തിയിരുന്നു. പ്രത്യേകിച്ച് എല്ലാ MP-മാരെ വിളിച്ചെന്നും ഇതുമായി ബന്ധപ്പെട്ട് MP-മാരെയൊക്കെയും വിളിച്ച് അന്വേഷിച്ചെന്നും കൂടുതൽ നടപടികൾ വേഗത്തിലാക്കണമെന്ന് FIR-മായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും തിരക്കിയെന്നാണ് അദ്ദേഹം നമ്മളോട് ഉച്ചയ്ക്ക് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ പോലീസിൽ നിന്ന് അറിയുവാൻ സാധിച്ചത് ഒരു അൺനോൺ പേഴ്സന്റെ ഭാഗത്തു നിന്നാണ് ഈ ഒരു പരാതി ലഭിച്ചിരിക്കുന്നത്. ആരാണെന്ന് വെളിപ്പെടുത്താൻ പോലീസ് നിലവിൽ തയ്യാറായിട്ടില്ല. ഇന്നിപ്പോൾ പോലീസ് കേസ് ഡയറി ഹാജരാക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ജാമ്യ ഹർജി മാറ്റിവെച്ചിരിക്കുന്നത്. ശരി, സജു തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്.